ഹലോ വെൽക്കം ടു നൊസ്റ്റു ഫ്ലേവേഴ്സ്. ഇന്ന് നമുക്ക് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് ഉണ്ടാക്കാം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള എഗ്ഗ് കൊണ്ടുള്ള ഒരു ഡിഷാണിത്, ഷാക്ഷുക്ക. ഇതുണ്ടാക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, തക്കാളി എല്ലാം അതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് മഷ്റൂംസും കോണും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അടുപ്പത്ത് പാൻ വെച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. റിഫൈൻഡ് ഓയിലോ കോക്കനട്ട് ഓയിലോ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ ബട്ടറിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ രുചി. ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ ഇതിലോട്ട് വെളുത്തുള്ളി ചേർക്കാം. ഒന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ ഇതിലോട്ട് സവാള ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലോട്ട് ക്യാപ്സിക്കം, ക്യാരറ്റും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസൊക്കെ പൊടിയായിട്ട് അരിഞ്ഞത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 5-6 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കുറച്ച് ജീരകപ്പൊടി, തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി 1/4 വേവായിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് തക്കാളി നന്നായിട്ട് വെന്തുടയുന്നവരെ വഴറ്റിയെടുക്കാം. ഞാനിവിടെ 2 ഹോൾ പോലെ ആക്കി അതിലോട്ട് പൊട്ടിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കുകയാണ്. അടച്ച് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 1 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം മുട്ടയുടെ മുകളിലോട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മല്ലിയിലയും കൂടി ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു എക്സലൻറ്റ് സൈഡ് ഡിഷാണിത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.